ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കാം. ഫസ്റ്റ് ഞാൻ വറ്റൽ മുളകുണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി അതിലേക്ക് മസാല ഇടുവാണ്. ഫസ്റ്റ് ഗരം മസാല, പിന്നെ 2 സൈസ് മുളക് പൊടി, കാശ്മീരി ആൻഡ് പിരിയൻ മുളക്, പിന്നെ കുരുമുളക് പൊടി, നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ചായിരുന്നു കേട്ടോ. ഇനി പിന്നെ ഉപ്പിടുന്നു. പിന്നെ നമ്മൾ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി നമുക്ക് അരച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാം. പിന്നെ ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ഞാൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നല്ല പിടിക്കുന്ന രീതിയിൽ അരപ്പ് തേച്ച് പിടിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. പിന്നെ ഉപ്പോ എരിവോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുത്താൽ മതിയാണ്. ഇനി നമുക്ക് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേവണ്ടേ. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏതാണ്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ല വലിയ പീസായതുകൊണ്ട് ആദ്യം ഫസ്റ്റ് എണ്ണ ചൂടായതിന് ശേഷം ഒന്ന് പിന്നെ സിമ്മിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. കരിയാതെ നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇടാം. പിന്നെ ഉപ്പും പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 2 മുട്ട. പിന്നെ അതിലേക്ക് ഞാൻ ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വിനാഗിരിയുടെ അടപ്പിൻ്റെ അളവിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ചായിട്ട് വെജിറ്റബിൾ ഓയിൽ, അതായത് സൂര്യകാന്തി സൺഫ്ലവർ ഓയിലില്ലേ. പിന്നെ എനിക്ക് ഇച്ചിരി ബ്ലാക്ക് പെപ്പർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏതാണ്ട് നല്ല തിക്നെസ് പരുവത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പൊക്കെ നോക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാൻ ഞാൻ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി സവാള ഇടാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏലക്ക, പട്ട,
ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കും, ജീരകം ഇതെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുവാണ്, കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ട് കൊടുക്കുവാണ്. എല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം വെള്ളം ഒഴിക്കുക, പിന്നെ ഉപ്പിടുക, എന്നിട്ട് തിളച്ചതിന് ശേഷം അരി ഇടുക. പിന്നെ ഞാൻ ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പുളിവെള്ളം, അതായത് തക്കാളി കൊണ്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മയണൈസും പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും അതുപോലെ അങ്ങനെ വെച്ച് വെള്ളം പോലെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഏതാണ്ട് ഒരു ചിക്കൻ മന്തി പോലെ ആയിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിലായിട്ട് പിന്നെ ഒരു ദിവസം ഇടാം. ഇത് പെട്ടെന്ന് വന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. എനിക്ക് ചിക്കൻ നല്ല ഫ്രൈ ആക്കി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഫസ്റ്റ് നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വിനാഗിരി രണ്ടടപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി പുളി നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ വെള്ളം. തക്കാളിയും സവാളയും കൂടി എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് തയ്യാറാക്കിയതാണ് കേട്ടോ. പിന്നെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച് ഞാൻ ചോറിന് മുകളിലായിട്ട് ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.